പലപ്പോഴും നമുക്ക് തോന്നിയിട്ടില്ലേ, നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ നമ്മളെ വേണ്ടത്ര ഗൗരവമായി കാണുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ചിലരെ കണ്ടാൽ മാത്രം ആളുകൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനഃശാസ്ത്രപരവും ശാസ്ത്രീയവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ആളുകൾ നിങ്ങളെ വില കുറച്ച് കാണുന്നു എന്ന ചോദ്യത്തിന് പിന്നിലെ രഹസ്യം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു വലിയ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. 1. നിശബ്ദമായ സന്ദേശങ്ങൾ. ആളുകൾ നിങ്ങളെ കാണുമ്പോൾ ആദ്യത്തെ 7 സെക്കൻഡിൽ തന്നെ നിങ്ങളെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. നിങ്ങൾ തളർന്നിരിക്കുകയോ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ മടിക്കുകയോ ചെയ്യുമ്പോൾ അബോധാവസ്ഥയിൽ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്നെ ആർക്കും വലിയ താല്പര്യമില്ല എന്നാണ്. നിങ്ങളുടെ തലച്ചോറിലെ മിറർ ന്യൂറോൺസ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അനുകരിക്കാൻ തയ്യാറായി നിൽക്കുക. നിങ്ങൾ ആത്മവിശ്വാസത്തോടെയുള്ള ബോഡി ലാംഗ്വേജ് കാണിക്കുമ്പോൾ അവർ അറിയാതെ തന്നെ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. അടുത്ത 24 മണിക്കൂർ ആരുമായി സംസാരിക്കുമ്പോഴും നട്ടെല്ല് നിവർത്തി നേരെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക. ഇടയ്ക്കിടെ പുഞ്ചിരിക്കുക. ഈ ചെറിയ മാറ്റം അവർ നിങ്ങളോട് കാണിക്കുന്ന രീതിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. ലഭ്യതയും മൂല്യവും. എക്കണോമിക്സിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ നിയമം നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും ബാധകമാണ്. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ലഭ്യമാണെങ്കിൽ നിങ്ങളൊരു സാധാരണ വസ്തുവിനെ പോലെയായി മാറുന്നു. സൈക്കോളജിക്കലായി സ്കേഴ്സിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം കിട്ടാൻ പ്രയാസമുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും മൂല്യം കൂടുതൽ. നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും യെസ് പറയുമ്പോൾ നിങ്ങളുടെ സമയത്തിന് ആരും വില കൽപ്പിക്കുന്നില്ല. ഇന്ന് മുതൽ അനാവശ്യമായ ചെറിയ കാര്യങ്ങൾക്ക് ഉടൻ മറുപടി നൽകുന്നത് നിർത്തുക. മറ്റുള്ളവർ നിങ്ങളോട് സഹായം ചോദിക്കുമ്പോൾ ഉടനെ യെസ് എന്ന് പറയുന്നതിന് പകരം നോക്കാം, കുറച്ച് കഴിഞ്ഞ് അറിയിക്കാം എന്നിങ്ങനെയൊക്കെ പറയാൻ ശീലിക്കുക. നിങ്ങളുടെ സമയം അമൂല്യമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. 3. അതിർവരമ്പുകൾ. നിങ്ങൾ ആരോടും നോ പറയാൻ കഴിയാത്ത ആളാണെങ്കിൽ ആളുകൾക്ക് നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന തോന്നൽ വരും. ശാസ്ത്രീയമായി പറഞ്ഞാൽ ബൗണ്ടറികളില്ലാത്ത വ്യക്തികൾക്ക് കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ ലെവൽ കൂടുതലായിരിക്കും. ഇത് നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ തളർത്തും. നിങ്ങൾ സ്വന്തം അതിർവരമ്പുകൾ നിശ്ചയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു അകലം സൂക്ഷിക്കേണ്ടി വരുന്നു. ഇത് സ്വാഭാവികമായും ബഹുമാനം ഉണ്ടാക്കും. ഇന്ന് നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വിശ്വസ്തരായ സുഹൃത്തുക്കളോടോ സഹപ്രവർത്തകരോടോ മാന്യമായി ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ തുറന്നു പറയൂ. ആദ്യമായി ഇത് പറയുമ്പോൾ പേടി തോന്നാം, പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. 4. സെൽഫ് ടോക്ക്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ നമ്മളോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു എന്നത്. നിങ്ങളെ തന്നെ വില കുറച്ച് കാണുന്ന രീതിയിൽ സ്വയം സംസാരിച്ചാൽ ആ സന്ദേശം നിങ്ങളുടെ മുഖഭാവത്തിലൂടെയും സംസാരത്തിലൂടെയും പുറത്തു വരും. ഇത് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസിയായി മാറുന്നു. അതായത് നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെ സംഭവിക്കുന്നു. അടുത്ത ഒരാഴ്ച നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതൊന്നും പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തുക. പകരം രാവിലെ കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്ന 3 കാര്യങ്ങൾ ഉറക്കെ പറയുക. ഈ മാറ്റം നിങ്ങളുടെ ചിന്താഗതിയെയും മനോഭാവത്തെയും എങ്ങനെ മാറ്റിമറിക്കും എന്ന് ഡയറിയിൽ കുറിച്ചു വയ്ക്കുക. ഡിയർ ഫ്രണ്ട്, നമ്മൾ ഇന്ന് സംസാരിച്ച ശാസ്ത്രീയ വശങ്ങളും സൈക്കോളജിക്കൽ ട്രിക്കുകളും ഒക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഒരു വലിയ സത്യമുണ്ട്. നിങ്ങൾ മറ്റൊരാളുടെ മുന്നിൽ വിലയില്ലാത്തവരായി നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര തവണയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ ബലി കഴിച്ചത്? എത്ര രാത്രികളിലാണ് എന്നെ ആർക്കും വേണ്ടേ എന്നോർത്ത് നിങ്ങൾ വിഷമിച്ചിട്ടുള്ളത്? സത്യത്തിൽ ലോകം നിങ്ങളെ അളക്കുന്നത് നിങ്ങൾ നിങ്ങളെ അളക്കുന്ന അതേ സ്കെയിൽ ഉപയോഗിച്ചാണ്. നിങ്ങൾ നിങ്ങളെ ഒരു വജ്രമായി കണ്ടാൽ ലോകം നിങ്ങളെ വജ്രമായി കാണും. നിങ്ങൾ നിങ്ങളെ ഒരു കല്ലായി കണ്ടാലോ ലോകം നിങ്ങളെ ചവിട്ടി വിധിക്കും. നമ്മുടെ ബ്രെയിനിലെ സെൽഫ് വർത്ത് കേന്ദ്രങ്ങൾ ഉണരുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ്. മറ്റുള്ളവർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റും നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നില്ല. നിങ്ങൾ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം. ഇനി ആരോടും നിങ്ങളുടെ സ്നേഹത്തിനോ ബഹുമാനത്തിനോ വേണ്ടി യാചിക്കില്ല എന്ന്. അർഹിക്കുന്ന പരിഗണന കിട്ടാത്ത ഇടങ്ങളിൽ നിന്ന് മാന്യമായി ഇറങ്ങിപ്പോരാൻ പഠിക്കുക എന്നതൊരു പരാജയമല്ല, മറിച്ച് അതൊരു വലിയ വിജയമാണ്. ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചായിരുന്നു. ഈ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റത്തിന് തയ്യാറാണെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങൂ. അപ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങൾക്ക് കാണാം.
യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ശീലം അത് എന്ത് തന്നെയായാലും താഴെ കമൻറ്റ് ചെയ്യൂ. ഒരുമിച്ച് വളരാം, ഒരുമിച്ച് മാറാം. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബി ഹാപ്പി, ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദ മിറക്കിൾസ് റൈറ്റ് നൗ.